സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടുകയാണ്. രാത്രികളിലൊക്കെ AC ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്ത് ഗ്യാസിൻ്റെ പാചകവാതക പ്രതിസന്ധി നിലനിൽക്കുന്നു. അപ്പോൾ വീടുകളിലൊക്കെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും വൈദ്യുതിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഉപഭോഗത്തോത് അതിങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് ഇത്തവണത്തെ ഒരു വൈദ്യുതി ഉപഭോഗം. 2011 ശേഷം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസം. ഇന്നലെയും മിനിഞ്ഞാന്നും നമുക്ക് ആ രീതിയിലാണ് KCB പുറത്തുവിട്ട കണക്കുകൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതോടെ ഡാമുകളുടെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുകയാണ്. സംസ്ഥാനത്തെ ഡാമുകളിൽ ഇനി അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% ജലം മാത്രം. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവാണ് ജലനിരപ്പിൽ അനുഭവപ്പെടുന്നത്. കണക്കുകൾ നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. 2025 KCB നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ആകെ സംഭരണശേഷിയുടെ 43% ജലശേഖരമുണ്ടായിരുന്നു. അതായത് 4140.25 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരുതൽ. എന്നാൽ 2026 എത്തുമ്പോഴേക്കും ഇത് 34% കുറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ആർച്ച് ഡാമിന്റെയും സ്ഥിതി വിഭിന്നമല്ല. ആകെ സംഭരണശേഷിയുടെ 36% നിലവിലെ ജലനിരപ്പ്. ഇത് കഴിഞ്ഞ വർഷം 43%. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കാനാകും. എന്നാൽ പീക്ക് ടൈമിലെ റെക്കോർഡുകൾ തകർക്കുന്ന വൈദ്യുതി ഉപഭോഗമാണ് KCBയെ വലയ്ക്കുന്നത്. വേനൽ മഴ മാറി നിന്നാൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഇനിയും താഴ്ന്നേക്കും. മീഡിയ 1 ഇടുക്കി. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോടും ന്യൂസ് മോർണിംഗിനൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് ഇടുക്കിയിലേക്കാണ്, ആഷിഖ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഡാമുകളിൽ വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നേക്കാൾ, അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് നമ്മുടെ ഡാമുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവാണ് ഇപ്പോൾ ഡാമുകളിലെ ജലലഭ്യത തോത്. അപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ആഷിഖ് ആ റിപ്പോർട്ടിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആഷിഖ്, ഇന്നലെ ഇടുക്കിയിൽ വേനൽ മഴയൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ആ വേനൽ മഴ പോലും സാധ്യമായ അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തോതിൽ മഴയായിരുന്നില്ല. ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും ആഷിഖ്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിനീഷ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെയും അതിന്റെ ഗൗരവം വ്യക്തമാകുന്നുണ്ട്. സംസ്ഥാനത്തെ ആകെ അണക്കെട്ടുകളിലെ ജലസംഭരണ ശേഷിയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ 11% കുറവായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലാകെ 81 അണക്കെട്ടുകളുണ്ട്. അതിൽ 59 നിയന്ത്രിക്കുന്നത് KCB ആണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേജർ ഡാമുകൾ 59 ഇവിടുത്തെ ജലസംഭരണ ശേഷിയുമായി ബന്ധപ്പെട്ട കണക്കുകളിലാണ് ഈ ഗൗരവതരമായ കുറവ് അനുഭവപ്പെടുന്നത്. 2025 ഏതാണ്ട് 43% ജലശേഖരം ഡാമുകളിൽ ആകെ ഉണ്ടായിരുന്നു ഈ ദിവസത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ. എന്നാൽ 2025-26 വരുമ്പോഴേക്കും അത് 34% ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 2025 1772.80 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ അണക്കെട്ടുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേക്ക് എത്തുമ്പോഴേക്ക് 2026 കണക്ക് നോക്കുമ്പോൾ 1422.59 ദശലക്ഷം യൂണിറ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയെ നിലവിൽ KCBയുടെ നിയന്ത്രണത്തിലുള്ള അണക്കെട്ടുകളിൽ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഏറ്റവും വലുതും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഡാമായ ഇടുക്കി ആർച്ച് ഡാമിലെ സ്ഥിതി മറ്റൊന്നല്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതുണ്ട്. 2025 43% ജലശേഖരം ഉണ്ടായിരുന്ന ഇടുക്കി ഡാമിൽ ഇന്ന് 36% ജലശേഖരം മാത്രമുള്ളൂ. 9% കുറവ് ഈ അണക്കെട്ടിലും അനുഭവപ്പെടുന്നുണ്ട്. ഇത് വൈദ്യുതി ഉൽപ്പാദനത്തെ സാരമായി തന്നെയും ബാധിക്കുമെങ്കിലും വൈദ്യുതി വിതരണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്നാണ് KCB പറയുന്നത്. അതിന് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഗ്രിഡിലേക്ക് വൈദ്യുതി സ്വീകരിച്ചുകൊണ്ട് പണം കൊടുത്ത് വാങ്ങിക്കൊണ്ട് വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ KCBക്ക് ആകും എന്ന ആത്മവിശ്വാസം KCB പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായും വരുന്നത് ഈ വൈകിട്ടത്തെ സമയത്ത് ഏതാണ്ട് 6 മുതൽ 8 മണി വരെ നീളുന്ന പീക്ക് ടൈമിലെ അത്യപൂർവമായ റെക്കോർഡുകൾ ഭേദിക്കുന്ന വലിയ ഉപഭോഗമാണ്. ഇത് നമ്മുടെ ഗ്രിഡിന് തന്നെ താങ്ങാൻ കഴിയുന്നതിന് മുകളിലേക്ക് പലപ്പോഴും പോകുന്നു. ഇത് വിതരണ സംവിധാനം
സംവിധാനത്തെ വിതരണ ശൃംഖലയുടെ സാങ്കേതികമായ ചില തടസ്സങ്ങൾ വരെ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് KEB വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ വൈദ്യുതി ഉൽപ്പാദനത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ചില പ്രതിസന്ധികൾ ഉണ്ടാകും. വേനൽ മഴ മാറി നിന്നാൽ ഇനിയും അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന വൈദ്യുതി ഉൽപ്പാദനത്തോട് അനുബന്ധിച്ച് അതിനധികം കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്ന ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ വൈദ്യുതി വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്ന് KEB ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗുരുതരമായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 11% കുറവ് സംസ്ഥാനത്തെ ആകെ അണക്കെട്ടുകളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീഷ, യെസ്, ഏതായാലും ആഷിക തുടരും. ഞാൻ വിജിനിലേക്ക് കൂടെ പോവുകയാണ്. വിജിൻ, ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങുന്നില്ല. സമയം 7:40 ആകുമ്പോഴും ഹോട്ട് മോർണിംഗ് പറയേണ്ട ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് ചൂട് രാവിലെ തന്നെ ഉണ്ട്. പക്ഷേ വൈദ്യുതി പ്രതിസന്ധി ഇല്ല. സംസ്ഥാനത്ത് ഒരു ലോഡ് ഷെഡിങ്ങിലേക്കോ പവർ കട്ടിലേക്കോ പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം KEB യോഗത്തിന് ശേഷം മന്ത്രി K. കൃഷ്ണൻകുട്ടി വിശദീകരിക്കുന്നത്. പക്ഷേ മലബാർ ജില്ലകളിൽ പലയിടത്തും രാത്രി അപ്രതീക്ഷിത പവർ കട്ടാണ്. പല സമയങ്ങളിലും ഏകദേശം 15 മിനിറ്റോളം സമയങ്ങളിൽ രാത്രി കറണ്ട് പോകുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന അവസ്ഥ നിലവിൽ തന്നെയുണ്ട്. ഇനി മുന്നോട്ട് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു പവർ കട്ടിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് വിജിൻ?